ഇത്തവണയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് താരത്തിളക്കത്തിന് കുറവുണ്ടായില്ല. നടിമാരായ ചിപ്പി, വിധുബാല, ഇനിയ തുടങ്ങി 1/2 ഡസനോളം താരങ്ങളായിരുന്നു പൊങ്കാലയർപ്പിക്കാൻ ക്ഷേത്ര പരിസരത്തെത്തിയത്. അതേസമയം പൊങ്കാലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന നടി കൽപ്പനയുടെ വേർപാട് എല്ലാവരും വേദനയോടെയാണ് ഓർത്തെടുത്തത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടുതൽ തിളക്കം നൽകുന്നത് സിനിമ, സീരിയൽ താരങ്ങളുടെ സാന്നിധ്യമാണ്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും 1/2 ഡസനോളം താരങ്ങളാണ് ക്ഷേത്രത്തിന് സമീപം പൊങ്കാല അർപ്പിക്കാനെത്തിയത്. തിരക്കുകൾ മാറ്റിവെച്ച് സ്ഥിരമായി പൊങ്കാലയർപ്പിക്കാനെത്തുന്നതിൽ പ്രധാന താരമാണ് ചിപ്പി. പൊങ്കാലയിടാൻ കഴിഞ്ഞതിൽ സന്തോഷം പങ്കുവെക്കുമ്പോഴും നടി കൽപ്പനയുടെ അകാല മരണത്തിലെ ദുഃഖം ചിപ്പി മറച്ചുവെച്ചില്ല. കൽപ്പനേച്ചി വലിയ ഒരു നഷ്ടം തന്നെയാണ് പൊങ്കാലയ്ക്ക്. ഒരുപക്ഷെ ഈ പരിസരത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെ ഓർക്കുന്നു ചേച്ചി? ചേച്ചി ഒരു 2 വർഷം മുന്നേ വരെ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു ഇടുന്നത്. പിന്നെ ചേച്ചി 2 വർഷമായിട്ട് ഇവിടെ അല്ലായിരുന്നു. എങ്കിൽ പോലും നമ്മളെല്ലാവരും, കാരണം 3 വർഷമായിട്ട് ഇവിടെയുള്ള എല്ലാവരും കാണുന്ന ഒരാളായിരുന്നു ചേച്ചി. ഇപ്പം എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ചേച്ചി. പൊങ്കാലയിടാൻ എത്തിയതിന്റെ പേരിൽ പണ്ടൊരു സീരിയൽ തന്നെ നഷ്ടമായെങ്കിലും ആറ്റുകാലിലെത്താൻ മറക്കാത്ത താരമാണ് നടി കാർത്തിക കണ്ണൻ. എല്ലാ വർഷവും മുടങ്ങാതെ, എത്ര തിരക്കുണ്ടെങ്കിലും മുടങ്ങാതെ എത്താൻ ശ്രമിക്കാറുണ്ട്. മുടങ്ങാതെ എത്താറുണ്ട്. പൊങ്കാലയിട്ടതിൻ്റെ വലിയൊരു വർക്ക് വരെ പോയിട്ടുണ്ട്. അന്ന് ഷൂട്ടിംഗ് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാതെ എന്നെ അതിൽ നിന്ന് കട്ട് വരെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. പുതുമുഖ നായികമാരിൽ ശ്രദ്ധേയയായ ഇനിയ ക്ഷേത്രത്തിന് സമീപം പൊങ്കാലയിടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇങ്ങനെ പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അമ്മയും ചേച്ചിയും ഞാനും എല്ലാ വർഷവും തുടർന്ന് ഇടാറുള്ളതാണ്. സ്പെഷ്യൽ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണയും വീട്ടിലാണ് ഇടാറുള്ളത്. വീട്ടിൻ്റെ മുറ്റത്ത് കൂട്ടുകാരും റിലേറ്റീവ്സും എല്ലാവരും ഒരുമിച്ച് അവിടുത്തെ അമ്പലത്തിലെ സൈഡിൽ ഇടും. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തവണ ദേവിയുടെ നടയിലിടാൻ കഴിയുന്നത്. നടിമാരായ വിധുബാല, ഉഷ, ഗായിക രാജലക്ഷ്മി, മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ തുടങ്ങി നിരവധി പ്രമുഖരും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആറ്റുകാലിൽ പൊങ്കാല അർപ്പിക്കാനെത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.